ഫുഡ് ബുക്ക്. നമുക്ക് ബിരിയാണി മസാല എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമ്മൾ ഇന്നലെ ഇട്ട ബിരിയാണി റൈസിനുള്ള മസാലയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് വരഞ്ഞ് വെച്ചേക്കുന്നതാണിത്. ഇതൊന്ന് നമുക്ക് ഉപ്പും കായം തേച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയാണെന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്രയും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഇതിലേക്കൊരു 5 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാണ്. അപ്പോൾ മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടി നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്ത് കൊടുക്കുക. 8 അല്ലി വെളുത്തുള്ളിയും 5 പച്ചമുളകും 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിലവർ ബിരിയാണി മസാലയിൽ പ്രത്യേകിച്ച് ചിക്കനിൽ മല്ലിപ്പൊടി ചേർക്കലില്ല. അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ചേർക്കാത്തവർ ചേർക്കണ്ട. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത്രയും ചാറ് പോലെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വരട്ടി എടുത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ ബിരിയാണി റൈസ്. ആ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ ചൂടാക്കി എടുക്കാം. അതല്ല മസാലയും ചോറും കൂടി വേറെ വേറെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.